ഫ്രാഗ്രൻസ് അഥവാ സുഗന്ധം അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഒരുപാട് സ്വാധീനിക്കും, അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ, അതല്ലേ വിശ്വസിക്കുമോ? അതെ, അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രാഗ്രൻസിനെ കുറിച്ച് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ആ ഫ്രാഗ്രൻസ് നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു എലമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആണെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. എന്നാൽ ആ ഒരു ഫ്രാഗ്രൻസിനെ മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് സ്വാധീനിക്കുന്നതാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭക്ഷണത്തിനെക്കാട്ടിയും കൂടുതൽ അവിടുത്തെ ചില അറ്റ്മോസ്ഫിയർ, ആ ഒരു ആംബിയൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു മണമുണ്ട്. ആ ഭക്ഷണത്തിനെക്കാട്ടും നല്ല മണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ഫീൽ ചെയ്യുന്ന മണമാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് എണിച്ചു പോരാൻ തോന്നാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടില്ലേ? അവിടുത്തെ ആ ഒരു മണം, ആ ഒരു ഫ്രാഗ്രൻസ് നമ്മൾ അവിടെ പിടിച്ചിരുത്തിയിട്ടില്ലേ? സത്യത്തിൽ ഈ ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒന്നാണ്. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ഈ ഫ്രാഗ്രൻസ് ഒരുപാട് രീതിയിൽ അവരുടെ ബിസിനസ്, പല ആളുകളുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിൽ അവർ പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ കടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സിനെ അവിടെ നമുക്ക് എത്രത്തോളം സമയം നമ്മുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ വേണോ അത്രത്തോളം സമയം അവരെ പിടിച്ചിരുത്താൻ കഴിയാറുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഇവരുടെ ഈ ഒരു ഫ്രാഗ്രൻസിലൂടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ കഴിയാറുണ്ട് എന്നാണ് പറയുന്നത്. വേറൊരു ഭാഗത്ത് പറയുന്നത്, ഈ വരുന്ന ആളുകൾ അവരുടെ മൈൻഡ് സെറ്റിൽ ഒരു പെർസെപ്ഷനിലൂടെയാണ് വരുന്നത്. അവർ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആ ബഡ്ജറ്റിലൂടെ പുറത്തേക്ക് ഈ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് ഒരു ഹൈ എൻഡ് പ്രൊഡക്റ്റ് വിൽക്കാൻ അവർക്ക് കഴിയാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ഫ്രാഗ്രൻസ് മൂലം. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഈ കസ്റ്റമേഴ്സ് വരുമ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷനോട് കൂടി വരിക. ഈ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അതിലെന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നൊക്കെ പഠിച്ചു വരുന്ന കസ്റ്റമേഴ്സിനെ പോലും ഈ ഫ്രാഗ്രൻസിന്റെ ഒരു സിറ്റുവേഷൻ അവരെ കൺവിൻസ് ചെയ്ത് അവരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയെ പറയുന്നത് ഓൾ ഫാക്ടറി മാർക്കറ്റിംഗ് അഥവാ സെന്റ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ഡങ്കിൻ ഡോണറ്റ്സ്, അമേരിക്കയിലെ പ്രശസ്തമായ ഡങ്കിൻ ഡോണറ്റ്സ് എന്ന് പറയുന്ന കോഫി സ്ഥാപനം അവരുടെ ബിസിനസ്സിലേക്ക് ഈ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്തിട്ടുള്ള രാവിലത്തെ ഓഫീസ് അവേഴ്സ് സമയങ്ങളിൽ ഇതേക്കുറിച്ചുള്ള ഒരു സംപ്രേഷണം നടത്തുകയും അതേസമയം തന്നെ നാട്ടിലുള്ള പൊതു ഗതാഗത സംവിധാനത്തിൽ ഈ കോഫിയുമായി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലിന്റെ ഡിഫ്യൂസർ വെക്കുകയും ആ എയർ ഫ്രഷ്നറിലൂടെ ആളുകളിലേക്ക് കോഫിയുടെ ഒരു മണം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയും അങ്ങനെ ആ കോഫി, ആ മണം അവരെ അവരെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനും സഹായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർബക്സ്. അവിടെ അതിന്റെ പരിസരത്തിലൂടെ പോകുമ്പോൾ തന്നെ ആ കോഫിയുടെ മണം നമ്മൾ അതിലേക്ക് ആകർഷിക്കും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരുത്തും. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ കസ്റ്റമർ ഇല്ലെങ്കിൽ പോലും ആ കോഫി പ്രിപ്പയർ ചെയ്ത് ആ മണം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുക. ആ ഒരു ഫീലിംഗ് ആണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ ഒരു ഡോക്ടർ അലൻ ഹർഷ് എന്ന് പറയുന്ന പൾമോണോളജിസ്റ്റ്, അദ്ദേഹം നടത്തിയ ഒരു പഠനമുണ്ട്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പഠനത്തിൽ നമ്മുടെ നേക്കെ ഷൂ അതിന്റെ 2 ഷോറൂം, ഒരു ഷോറൂമിനകത്ത് ഫ്രാഗ്രൻസ് ഉപയോഗിച്ചുകൊണ്ടും മറ്റൊരു ഷോറൂമിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ലാതെയും നടത്തി. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്രാഗ്രൻസ് ഉള്ള ഷോറൂമിനകത്ത് ഇല്ലാത്ത ഷോറൂമിനെക്കാട്ടി 84% ബിസിനസിന്റെ ഗ്രോത്ത് ആണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ ഫ്രാഗ്രൻസ് ഒരു വലിയ റോള് നമ്മുടെ ബിസിനസ്സിൽ വഹിക്കുന്നുണ്ട്. പ്രശസ്തമായ എല്ലാ ഹോട്ടൽ ശൃംഖലകളും, അതുപോലെ നമ്മുടെ ഹയാത്ത് പാലസ് എന്ന് പറയുന്ന ഹോട്ടൽ ശൃംഖലയുടെ 300 പ്രോപ്പർട്ടികളിൽ അവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. എല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മാരിയോട്ട് ആണെങ്കിലും ഏത് ബിസിനസ് ഹോട്ടൽസ് എടുത്താലും നമുക്ക് അവിടെ കാണാം അവർ പ്രത്യേക ഒരു പെർഫ്യൂം, ഒരു ഫ്രാഗ്രൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്രാഗ്രൻസ് ആണ് അവരെ കസ്റ്റമേഴ്സിന് നിലനിർത്തുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിൽ ഫ്രാഗ്രൻസിന് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വലിയ റോളുണ്ട്. വളരെ ചെറിയ ഒരു കോമ്പോണന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ടോ ആയിരിക്കും നമുക്ക് അതിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ കണ്ടെത്തുകയും അതെല്ലാം നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയും. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാമെന്ന വിശ്വാസത്തോടെ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച്.